ഈ കാലത്തൊരു വീടിൻ്റെ മഹിമ നമ്മൾ നോക്കാറുള്ളതോ, ആ വീടിനൊക്കെ ഒരു കാർ പോർച്ചുണ്ടോ, ആ കാർ പോർച്ചിൽ വില കൂടിയ വാഹനം നിൽക്കുന്നുണ്ടോ, ആ വാഹനത്തിൻ്റെ വില എത്ര കണ്ട് കൂടുന്നുണ്ടോ അതിനനുസരിച്ച് ആ വീടിൻ്റെ മഹിമ ഇങ്ങനെ കൂടി വരാൻ തുടങ്ങും. വീട്ടിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന പുഷ്പങ്ങള്, വില കൂടിയതായ മരങ്ങള്, ചെറിയ മരത്തിൽ തന്നെ ഒരുപാട് കായ്ക്കനികളുമായിട്ട് ഹൈബ്രിഡ് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടോ മുറ്റത്തെല്ലാം സ്റ്റോൺ വിരിച്ചിട്ടുണ്ടെങ്കിലോ നമ്മൾ ആ വീടിൻ്റെ മഹിമയും അതിൻ്റെ ആഠിത്യവും ആഭിജാത്യവും ഇങ്ങനെ പറയാൻ തുടങ്ങും. പക്ഷേ ഒരു 10-40 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ ഒരു വീടിൻ്റെ മഹിമയായിരുന്നതോ, ഒരു വീടിൻ്റെ പ്രതാപമായിരുന്നതോ, ആ വീട്ടിലേക്ക് അങ്ങ് കയറി ചെല്ലുമ്പോൾ, ആ വീട്ടിലേക്ക് നമ്മൾ അടിവെച്ചിട്ട് അങ്ങനെ പടികൾ കയറി അങ്ങ് ചെല്ലുമ്പോൾ വീട്ടിൻ്റെ കോലായിൽ തന്നെയുണ്ട്, വീട്ടിൻ്റെ ആ പൂമുഖത്ത് തന്നെയുണ്ടോ ഒരു ചാരിക്കസേരയിൽ ഒരു വൃദ്ധനായ മനുഷ്യൻ ഇങ്ങനെ ആടിക്കിടക്കുന്നുണ്ടാകും. ചില ആളുകൾ വായിലെന്തെങ്കിലും വെറ്റിലേറ്റ് ചവക്കും. വളരെ വയോവൃദ്ധനായ ഒരു മനുഷ്യൻ ആ കസാരയുടെ ചാരത്ത് തന്നെ ഒരു വടി ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ടാകും. ഇങ്ങനത്തെ വൃദ്ധനായ മനുഷ്യർ, ഈ മനുഷ്യരെ നോക്കിയിട്ടായിരുന്നു ഒരു കാലത്ത് വീടിൻ്റെ ആഠിത്യവും ആഭിജാത്യവും പറഞ്ഞിരുന്നതോ, ഒരു വീടിൻ്റെ മഹിമ പറഞ്ഞിരുന്നതോ, ഒരു വീടിൻ്റെ അഭിമാനം കൊണ്ടിരുന്നത് ഈ വയസ്സായ വൃദ്ധന്മാരായ ആളുകളെ നോക്കിയിട്ടായിരുന്നു. എത്രത്തോളം എന്നറിയോ? ആ വയസ്സായ മനുഷ്യനെ ഒന്ന് എഴുന്നേൽപ്പിച്ച് നിൽക്കണമെങ്കിൽ 2 കക്ഷത്തിലും കൈയിട്ട് ഇങ്ങനെ പൊക്കിയെടുക്കേണ്ടി വരും. കിടന്ന ആ ചാരിക്കസയിൽ ഇരുന്ന സ്ഥലത്ത് നിന്ന് ചിലപ്പോൾ അവരെ എഴുന്നേൽപ്പിച്ചങ്ങ് നിർത്താൻ കഴിയില്ല. പക്ഷേ അവർക്ക് നേരാവണ്ണം സംസാരിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നു, ആ വീട്ടിൽ അവർക്ക് ചില അധികാരങ്ങളുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ വിഷയത്തിൽ എൻ്റെ ഉപ്പായുടെ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ അതെല്ലാം തീരുമാനിക്കുന്നത് വാപ്പയല്ല, വാപ്പാടെ ജ്യേഷ്ഠന്മാരല്ല, ഉപ്പാപ്പയാണ്, വല്ലിപ്പയാണ്. ആ കസാരയിൽ കിടക്കുന്ന ഉപ്പാപ്പയായിരുന്നു ആ കുടുംബത്തിൻ്റെ ഓരോരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കുടുംബം സ്വർഗമായിരുന്നു. പ്രശ്നങ്ങൾ പലതുണ്ടാകും. ഒരു വീട്ടിൻ്റെ ഉള്ളിൽ 10-20 പേരിങ്ങനെ ജീവിക്കുന്ന ഒരു വീടായിരിക്കും, ചെറിയ ആട്ടുംകൂടും പോലത്തെ വീട്. ആ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ജ്യേഷ്ഠനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 5-6 മക്കളും, കെട്ടിച്ച പെൺകുട്ടികളുണ്ടെങ്കിൽ അവരെ മക്കളും, ഇതൊക്കെ ഇങ്ങനെ പലതുണ്ടാവും. കെട്ടിയ ആണുങ്ങളുണ്ടെങ്കിൽ അവരെ മക്കളും, അങ്ങനെയൊക്കെ ഒരു 10-20 അണു കുടുംബങ്ങൾ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഒരു കുടുംബം എന്ന് പറഞ്ഞ അവസ്ഥയിലായിരിക്കും മുമ്പൊക്കെ താമസിച്ചിരുന്നത്. പക്ഷെ ചില മറ്റേ പൊട്ടലും ചീറ്റലൊക്കെ വരുമ്പോൾ ഉപ്പാപ്പ ഉണ്ടാകും മുന്നിൽ കാര്യങ്ങൾ പറയാൻ. ഒരു കാര്യം ഉപ്പാപ്പ തീരുമാനമെടുത്തോ പിന്നെ അതിൻ്റെ മുമ്പിൽ ഒരു കുട്ടിക്ക് ഒരു കാലങ്ങ് വെക്കാൻ കഴിയില്ല, ഒരു അഭിപ്രായം അതിൻ്റെ മുമ്പിൽ പറയാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു സമയം നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് വിള്ളലുകളും പ്രശ്നങ്ങളും അതോടുകൂടി അവർ പടിയടച്ച് പിണ്ടം വെക്കുമായിരുന്നു. ഇന്നെന്താ അവസ്ഥ? ഇന്ന് അണുകുടുംബമാണ്, പക്ഷെ പ്രശ്നങ്ങളുടെ നടുവിലാണ് മനുഷ്യനെല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ആ കാലങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്ന് പ്രിയപ്പെട്ടവരെ, എല്ലാവരും സ്വന്തത്തിലേക്ക് നോക്കുന്നൊരു കാലമാണ്. ഈ ഒരു സമയത്ത് നിങ്ങളെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്, ഏതൊരു കാര്യവും നിയമപരമായിട്ട് വേണം നമുക്ക് പോകാൻ. നിയമപരമായിട്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സ്വത്തോഹരി വെക്കുമ്പോൾ നമ്മൾ പറയും നമ്മളെ ചോരല്ലേ, സഹോദരനല്ലേ, സഹോദരിയല്ലേ, ബാപ്പല്ലേ, ഈ ഒരു വർത്താനം ആ കാലൊക്കെ കഴിഞ്ഞു. മുതലോഹരി വെക്കുമ്പോൾ, സമ്പത്തിൽ കളിക്കുമ്പോൾ നമ്മുടെ ഗർഭത്തിൽ, ഉമ്മാടെ ഗർഭത്തിൽ വളർന്ന നമ്മുടെ സ്വന്തം സഹോദരനല്ലേ, ഏകോദര സഹോദരനല്ലേ. പണത്തിൻ്റെ മുമ്പിൽ ആ ഒരു സൗഹൃദം അളക്കാൻ പാടുണ്ടോ എന്നൊക്കെ പഴയ കാലത്ത് ചോദിക്കുമായിരുന്നു. പക്ഷേ ആ കാലം ഇപ്പോൾ കഴിഞ്ഞു. ഏത് കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുമ്പോഴും അതെല്ലാം അതിൻ്റെ യഥാവിധി പോലെ പറയാനുള്ളത് പറഞ്ഞും തുറന്ന് പറഞ്ഞിട്ടും അറുത്തു മുറിച്ചിടാനുള്ളത് അറുത്തു മുറിച്ചിട്ടിട്ട് വേണം ഇന്ന് കാര്യങ്ങൾ തീരുമാനിക്കാൻ. അതല്ലെങ്കിൽ അതിൻ്റെ ഭാവി ഫലം വരുന്നത് നമ്മുടെ മക്കളിലേക്കാണ്. നമ്മുടെ മക്കളിലാണ് പിന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കാൻ നിൽക്കുന്നത്. നമ്മൾ സഹോദരന്മാർ തമ്മിൽ, സഹോദരിമാർ തമ്മിൽ സൗഹൃദങ്ങൾ വേണം. ഒരിക്കലും പണം അതിനൊക്കെ തടസ്സമാകരുത്. വാപ്പയുടെയും ഉമ്മയുടെയും അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച സമ്പത്തൊരു കാരണവശാലും സഹോദര്യത്തിന് മുമ്പിൽ ആ ഒരു സാഹോദര്യത്തിന് തകർക്കാൻ ഒരിക്കലും ഈ സമ്പത്തും ഈ സ്ഥലങ്ങളൊന്നും ഒരിക്കലും കാരണമാകരുത്. പക്ഷേ എങ്കിലും പ്രിയപ്പെട്ടവരെ, ഓരോന്ന് ചെയ്യേണ്ട സമയത്ത് യഥാവിധി പോലെ ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നീട് പലതും നമ്മൾ അനുഭവിക്കും.
നമ്മളൊക്കെ സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിമുറിക്കുമ്പോൾ അത് നിന്റെ ഏട്ടനല്ലടാ, അത് നിന്റെ അനിയനല്ല, അതങ്ങനെ അങ്ങനെ ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഒഴിച്ചു വിടും. പക്ഷെ പിന്നീടാണ് അതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്, പല വിഷയങ്ങളും. ഇന്നാളൊരാൾ വന്നിട്ട് ഒരു 70 വയസ്സിൻ്റെ മേലെ ഉണ്ട്. അയാൾ വന്നിട്ട് പറയാം, ഉസ്താദേ, ഒരു മാസം കൂടി തന്നിട്ടുണ്ട് ജ്യേഷ്ഠൻ്റെ മക്കള്, ഒരു മാസത്തെ സമയം കൂടി തന്നിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ വീടെടുക്കാനുള്ള എല്ലാ കല്ലും മണ്ണൊക്കെ അടിച്ചാണ്ട് കയറ്റി പോകണം, ഒരു മാസം കഴിഞ്ഞാൽ ഞങ്ങൾ മതിൽ കെട്ടിട്ടോന്ന്. അപ്പോൾ ചോദിച്ചു, പിന്നെ ഞാൻ ചോദിച്ചു, അപ്പോൾ നിങ്ങളെ സ്ഥലത്തിലേക്ക് വഴിയില്ലേ? അപ്പോൾ പറഞ്ഞു, വഴിയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ. അതെന്തേ? അത് അളക്കുന്നന്ന് കാരണവന്മാരൊക്കെ പറഞ്ഞു, 40 കൊല്ലം മുമ്പ് എനിക്കും ജ്യേഷ്ഠനക്കും കൂടിയുള്ളത് അവർ ഏകദേശം ഒരു 80 സെൻറ്റ് സ്ഥലം പോലുണ്ട്, എനിക്ക് 40 അവർക്ക് 40 ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ അളക്കുന്നന്ന് കാരണവന്മാരൊക്കെ പറഞ്ഞു, നിങ്ങൾ സഹോദരന്മാരല്ലേ, ജ്യേഷ്ഠാനുജന്മാരല്ലേ, പിന്നെന്തിനാ വഴിയൊക്കെ വിടുന്നത്, അത് അതിലൂടെ ഒക്കെ പോവാമല്ലോ. പക്ഷെ കാലം കഴിഞ്ഞു, അനുജൻ മരിച്ചു, ഇപ്പം ഞാനിവിടെ ബാക്കിയുണ്ട്. പക്ഷേ അനുജന്മാരും മക്കൾക്ക് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ വില അറിയൂലല്ലോ. അതൊക്കെ അനിയൻ മണ്ണിട്ട് മൂടലോട് കൂടിയിട്ട് കഴിഞ്ഞില്ലേ. അവർക്കൊക്കെ ഇപ്പോൾ അവരുടെ ജീവിതമല്ലേ, മക്കൾക്കൊക്കെ അവരുടെ ജീവിതമല്ലേ. ആര് ജ്യേഷ്ഠൻ ഒന്ന് വിലപിക്കുകയാണ്. ഇപ്പോൾ അനിയന്മാരുടെ മക്കളാണ് പിന്നെ മൂത്താപ്പയോട്, ഉപ്പാടെ ജ്യേഷ്ഠനോട് പറയുന്നത്, ഒരു മാസം കൂടി, മൂത്താപ്പല്ലേ അതുകൊണ്ട് ഒരു മാസം കൂടി സമയം തരാം, അതിൻ്റെ ഉള്ളിൽ സാധനം വീടെടുക്കാനുള്ള സാധനമൊക്കെ അങ്ങനെ കടത്തി പോകണം, അത് കഴിഞ്ഞാൽ ഞങ്ങളെന്താക്കും, മതിൽ കെട്ടുമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇതാണ് പറയുന്നത്, ഏത് കാര്യവും നമ്മൾ അതിൻ്റെ കടലാസ് രേഖകൾ ശരിയാക്കണം. പഴയ കാലത്തെ പോലെ ഓരോരുത്തർക്കും ഇടപെടാൻ പറ്റുന്നൊരു അവസ്ഥകളൊന്നുമല്ല ഇപ്പോഴുള്ള. ഞാൻ പറഞ്ഞതുപോലെ മുമ്പൊക്കെ നമ്മുടെ വീട്ടിൽ കാരണവന്മാരുണ്ടായിരുന്നു, പ്രായമായ ആളുകൾ, അവർക്കൊരു നിലയും വിലയും ഉണ്ടായിരുന്നു. സ്വശരീരം കിടന്ന സ്ഥലത്ത് നിന്ന് പിന്നെ ഇളക്കാൻ കഴിയില്ലെങ്കിലും അനക്കാൻ കഴിയില്ലെങ്കിലും അവരുടെ വാക്കുകൾക്ക് വിലയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രശ്നം ഒതുങ്ങുന്നില്ല എങ്കിൽ ആ നാട്ടിൽ ഏതെങ്കിലും 2-3 കാരണവന്മാരുണ്ടായിരുന്നു, ഏതേത് വിഷയങ്ങളിലും ഇടപെടാൻ പറ്റുന്ന, ഒരു ആജ്ഞയുടെ സ്വരമുള്ള കൽപ്പനകൾ പുറപ്പെടുവിക്കാൻ പറ്റുന്ന ഒരു അധികാരസ്ഥന്മാരായ ആളുകൾ 3-4 പിന്നെ ഈമാനുള്ള നേതാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു പോയി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളെ കൊണ്ട് ഏത് വിഷയങ്ങളായിക്കോട്ടെ, ഏത് കാര്യങ്ങളും അതെല്ലാം പറഞ്ഞ് അതിൻ്റെ രൂപരേഖ തയ്യാറാക്കിയിട്ട് വേണം ഏത് കാര്യങ്ങളും നമ്മൾ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അല്ലാതെ അത് സഹോദരനല്ലേ, ഇത് സഹോദരിയല്ലേ എന്നുള്ള ആ കാഴ്ചപ്പാടുകളുടെ എല്ലാം കാലം കഴിഞ്ഞിട്ടുണ്ട്, അതൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്.